2 വർഷത്തിലേറെയായി താരതമ്യേന ശാന്തമായിരുന്ന യമനിൽ വീണ്ടും യുദ്ധത്തിന്റെ തീ ആളിക്കത്തുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഹൂതി വിമതർ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ സൗദി പിന്തുണയുള്ള സർക്കാർ സേനയിലെ 30 സൈനികരാണ് കൊല്ലപ്പെട്ടത്. 50-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരികയാണ്. ഈ സാഹചര്യത്തിലാണ് സംഘർഷം കൂടുതൽ കനക്കുന്നു എന്ന സംശയം ഉയരുന്നത്. ഹദ്രമൗത്ത്, മാരിബ് പ്രവിശ്യകളിലെ സൈനിക ക്യാമ്പുകളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഈ ആക്രമണം. 2022 ശേഷമുള്ള ഈ 4 വർഷത്തിനിടയിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്നായി ഇതിനെ യമൻ സർക്കാർ തന്നെ വിശേഷിപ്പിക്കുന്നു. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമായതുകൊണ്ട് ഈ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. അൽജഫ് മേഖലയിലെ താവളങ്ങളിൽ നിന്നാണ് മിസൈലുകളും സ്ഫോടക വസ്തുക്കളും നിറച്ച ഡ്രോണുകൾ വിക്ഷേപിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. നിരവധി സൈനിക ക്യാമ്പുകളും ആയുധശേഖരങ്ങളും സൈനിക വാഹനങ്ങളും ഈ ആക്രമണത്തിൽ നശിപ്പിച്ചുവെന്ന് ഹൂതി വിമതരും അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഈ ആക്രമണത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള ഹൂതികളുടെ അവകാശവാദങ്ങൾ ഔദ്യോഗികമായി സർക്കാർ സ്ഥിരീകരിക്കുന്നില്ല. ഈ ആക്രമണത്തോടെ കഴിഞ്ഞ 4 വർഷത്തോളമായി നിലനിന്നിരുന്ന താരതമ്യേന ശാന്തമായൊരു സാഹചര്യം വീണ്ടും തകർന്ന തരിപ്പണമായിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇരു വിഭാഗങ്ങളും തമ്മിൽ സംഘർഷം ശക്തമായിരുന്നു. സന വിമാനത്താവളം, സൗദിയിലെ അബ വിമാനത്താവളം, ചെങ്കടലിലെ ചരക്ക് കപ്പലുകൾ എന്നിവയെ ചൊല്ലിയുള്ള ഏറ്റുമുട്ടലുകൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ അതൊരു വലിയ ആക്രമണത്തിലേക്ക് നയിച്ചത്. ചെങ്കടലിലെ പ്രധാന കപ്പൽ പാതയായിട്ടുള്ള ബാബൽ മന്ദേബ് മേഖലയിലെ സുരക്ഷയെ ഈ ആക്രമണം കൂടുതൽ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നു. ലോക വ്യാപാരത്തിനും എണ്ണക്കപ്പൽ ഗതാഗതത്തിനും നിർണായകമായിട്ടുള്ള ഈ കപ്പൽ പാതയിലേക്ക് വീണ്ടും അനിശ്ചിതത്വം ശക്തമായിരിക്കുന്നുവെന്ന് വേണം കണക്കുകൂട്ടാൻ. ഹൂതികളുടെ ആക്രമണത്തെ യമനിലെ അമേരിക്കൻ എംബസിയും ശക്തമായി തന്നെ അപലപിക്കുന്നുണ്ട്. സമാധാന ശ്രമങ്ങളെ തകർക്കുന്ന ഒരു നടപടിയാണ് ഹൂതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് അമേരിക്ക പ്രതികരിക്കുന്നത്. അതേസമയം സൈനിക ക്യാമ്പുകളിൽ തുടരുന്ന സൈനികർ പിന്മാറിയില്ലെങ്കിൽ ഇനിയും ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഹൂതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. യമനിലെ ആഭ്യന്തര യുദ്ധം അങ്ങനെ വീണ്ടും രൂക്ഷമാകുകയാണോ എന്നുള്ള ആശങ്ക ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം പങ്കുവയ്ക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.